ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിയും കേട്ടോ. കരിയാണ്ട് തന്നെ നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര മുഴുവനായിട്ട് തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര കരിയാണ്ട് തന്നെ ക്യാരമൽ ചെയ്യാം കേട്ടോ. കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആവും. പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറും കൂടെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര കരിയും. നല്ല പോലെ ബട്ടറൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ തണുത്ത പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആ ഒരു ക്യാരമൽ ചെയ്തിട്ടുള്ളത് കട്ടയായിട്ട് പോവും. അതുകൊണ്ട് തന്നെ ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പാൽ ഒഴിക്കുന്ന സമയത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നിച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തിളച്ചിട്ട് മേൽക്കൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല പോലെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പതിഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക ഇല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് തണുപ്പിക്കുക ചെയ്താൽ മതി. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ തണുത്താൽ ഇതുപോലെ കട്ടിയായിട്ടാവും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തണുത്തിട്ട് തന്നെ ശരിയായിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ആപ്പിളൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ആപ്പിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആപ്പിൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 കപ്പ് നമ്മുടെ ബദാം പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ബദാം പൊടിച്ച് ചേർക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുതിർത്തിട്ട് ചേർത്താലും മതി. ഇതിലേക്കൊരു കുറച്ച് ഒരു 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ബദാം പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ തരിയൊന്നും ഉണ്ടാവില്ല. ഇനി നല്ല ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതിൽ കുറച്ച് കസ്കസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ കസ്കസ് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കസ്കസോ സബ്ജ സീഡ്സോ അല്ലെങ്കിൽ ചിയ സീഡ്സോ ഏത് ആയാലും കുഴപ്പമില്ല. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ചവ്വരി വേവിച്ചിട്ട് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നല്ല പോലെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തണുപ്പ് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. നല്ലൊരു എന്താ പറയുക, നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.